നമസ്കാരം പ്രിയപ്പെട്ടവരെ, ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാനിന്ന് നമ്മുടെ ഇന്നത്തെ തലമുറയിൽ തികച്ചും അന്യം നിന്ന് പോയ ഒരു കൈവിരുത് അല്ലെങ്കിൽ ഒരു കലാവിരുത് അതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു പഴയകാല ഉറിയാണ്, ഓല കൊണ്ട് നിർമ്മിച്ച ഉറിയാണ്. ഈ ഉറിയെക്കുറിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് വളരെ തുലവും അറിയില്ല. തീർച്ചയായിട്ടും പഴയ തലമുറയിലെ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഈ ഉറിയെക്കുറിച്ച് അറിയാമായിരിക്കും. നമ്മൾ ഉറിയൊക്കെ കേട്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ ഉറി കേട്ടിരിക്കുന്നത് നമ്മുടെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പാട്ടുകളിലൊക്കെ ഉറിയെക്കുറിച്ച് നമ്മുടെ കണ്ണൻ വെണ്ണ കട്ട് തിന്നാതെ ഉറിയിൽ അമ്മ യശോദാമ്മ സൂക്ഷിച്ച കഥയൊക്കെയാണ് ആൾക്കാർക്ക് അറിയാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉറി എന്ന് പറഞ്ഞവർ കേട്ടിട്ടുണ്ട്, പക്ഷേ അതെന്താണെന്നൊന്നും ആൾക്കാർക്ക് അറിയില്ല. ഇത് എൻ്റെ ചെറിയമ്മ ഓലയിൽ നിർമ്മിച്ച ഒരു ഉറിയാണ്. ഇത് ഓല വാട്ടിയിട്ട് പച്ചോല വാട്ടി നിർമ്മിച്ചതാണ്. ഇതുകൊണ്ട് പല പ്രയോജനങ്ങൾ കൊണ്ട് ഇത് നമ്മൾ അടുക്കളയിൽ പല ഭക്ഷണ പദാർത്ഥങ്ങൾ പണ്ട് മുകളിൽ പൂച്ചയൊന്നും എടുക്കാതെ കേടാകാതെ മുകളിലൊക്കെ കെട്ടിത്തൂക്കിയിട്ട് സൂക്ഷിക്കുന്ന സംഗതിയായിരുന്നു. അരിയും ഉണക്കമീനും പയർവർഗ്ഗങ്ങളും ഒക്കെ ഇതിനകത്തിട്ട് സൂക്ഷിക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ പ്രയോജനവും അറിയില്ല, അതെങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇപ്പോഴത് നിർമ്മിച്ച് ചിലരൊക്കെ നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാന ജില്ല അല്ലെങ്കിൽ പ്രവൃത്തി പരിചയ മേളകളിലേക്ക് സമ്മാനം ലഭിക്കുവാനായിട്ട് ചിലരൊക്കെ ഉണ്ടാക്കി ഞാൻ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ കുഞ്ഞുമ ഈ ഉറി കൊണ്ടുള്ള ഓല കൊണ്ടുള്ള ഉറി ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നമ്മുടെ തലമുറയിലുള്ള ആർക്കെങ്കിലും ഉറി ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആരുടെയെങ്കിലും വീട്ടിൽ, അത്യപൂർവമായിട്ടെങ്കിലും ആരുടെയെങ്കിലും വീടുകളിൽ ഉറി ഉണ്ട് എങ്കിൽ അതും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഉറി ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോ കാണാനായിട്ട് എൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ വിത്ത് സുനുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിതുപോലെയുള്ള നമ്മുടെ പുരാതനമായിട്ടുള്ള നമ്മുടെ കേരളീയ തനിമയുള്ള ധാരാളം സംഗതികൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നമ്മൾ പല പല കാര്യങ്ങളും ഞാൻ ഇതുവഴി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉറി ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറി ഉണ്ടാക്കി സൂക്ഷിക്കുക. നമുക്ക് നമ്മുടെ അടുക്കളയിലൊക്കെ ഉറിയൊന്നും കെട്ടിത്തൂക്കിടാനുള്ള സ്ഥലമൊന്നും ഇല്ല ഇപ്പോൾ, അത് വേറെ കാര്യം. പഴയ നമ്മുടെ മൺവീടുകളും അല്ലെങ്കിൽ ഓല കൊണ്ട് മെടഞ്ഞ ഓല വീടുകളിലും ഓട് വീടുകളിലും ഒക്കെയാണ്, ഉത്തരവൊക്കെയുള്ള വീടുകളിലൊക്കെ ആയിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉത്തരവില്ല, ഓലയില്ല, ഓടുമില്ല, എല്ലാം കോൺക്രീറ്റ് സമുച്ചയങ്ങൾ മാത്രമല്ലേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഉറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് കണ്ടോ, ഇത് ഓല കൊണ്ട് എത്ര ഭംഗിയായിട്ട് മെടഞ്ഞിട്ട് എത്ര നന്നായിട്ടാണ് ഈ ഉറി ഉണ്ടാക്കി കയറിലിങ്ങനെ കൊളുത്തി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. നോക്കൂ. വീണ്ടും ഇതുപോലെയുള്ള ട്രഡീഷണൽ മറ്റൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.